അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എല്ലാവർക്കും പറയാനുള്ളത് കടങ്ങളെക്കുറിച്ചുള്ള പ്രയാസമാണ്. കമൻറ്റ് ബോക്സിലൂടെ പറയാനുള്ളത് എനിക്ക് കടങ്ങളുണ്ട്, അത് വീടാൻ ദുആ ചെയ്യണം. മെസ്സേജ് അയക്കുമ്പോൾ പറയുന്നത് കടങ്ങളുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് കാണുമ്പോഴും പലർക്കും പറയാനുള്ളത് കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം തന്നെ. കടങ്ങളാണ്. കടങ്ങൾ വീടാൻ എന്ത് ചെയ്യണം? അത് വീടാൻ എന്തെങ്കിലും ദിക്റുണ്ടോ, സ്വലാത്തുണ്ടോ, സൂറത്തുണ്ടോ? അങ്ങനെ കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം പറഞ്ഞ് പലരും മടുത്തു. കടങ്ങൾ കൊണ്ട് ജീവിതം തന്നെ പലർക്കും മടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള കടങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടി തരട്ടെ. ഖൈറായ രീതിയിൽ അതൊക്കെ വീടാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്നൊരു സൂറത്ത് തന്നെയാണ്. പക്ഷേ ഈ സൂറത്തിന് ഇങ്ങനെയൊരു ഫലമുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ പലർക്കും അറിയണ്ടാകില്ല. മനസ്സിലായല്ലോ? അത്ര പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. ഏതായാലും ഞാൻ കൂടുതൽ നീട്ടി വലിച്ച് പറയാതെ സൂറത്ത് ഏതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ വലിയ അറിവ് നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ, ഇൻഷാ അല്ലാഹ് എത്ര വലിയ കടങ്ങൾക്കുടമയാണ് നിങ്ങളെങ്കിലും, എത്ര വലിയ കടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായിട്ടും നിങ്ങളിത് അർപ്പിച്ചാണ് ചെയ്തെങ്കിൽ അത് വീടാനുള്ള വഴി അള്ളാഹു തുറന്നു തരും ഇൻഷാ അല്ലാഹ്. ഉറപ്പാണ്. കാരണം ഖുർആനാണിത്, ഖുർആനിലെ ഒരു സൂറത്താണിത്. അതുകൊണ്ട് നമുക്കൊരു കാര്യത്തിന് പരിഹാരം ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പരിഹാരം ലഭിക്കാനാ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ഈ പറയാൻ പോകുന്ന സൂറത്ത് നിങ്ങൾ മുറുകെ പിടിക്കും. സൂറത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹ് അറിയാത്തവരായി ആരും ഉണ്ടാകില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു സൂറത്തുൽ ഫത്ഹിനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞത്, ലഖദ് നസലത്ത് അലയ്യ ലൈലത സൂറത്തുൻ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതീർണമായി. അത് ഐഹിക ലോകത്തേക്കാളും അതിലുള്ള വസ്തുവിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു സൂറത്തിനെ കുറിച്ച്, ഈ ഒരു സൂറത്തിൻ്റെ ഫലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതും ഈ സൂറത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തിയതെന്നത്. അതിനുശേഷം സ്വഹാബിമാരും ഇത് കേട്ടവരൊക്കെ ആകെ പരിഭ്രമിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവർ ഒക്കെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുക ഏതാണ് സൂറത്ത് എന്നറിയാൻ വേണ്ടി. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കേൾപ്പിച്ചത് സുമ്മ ഖറ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന സൂറത്തുൽ ഫത്ഹിലെ ആദ്യ ആയത്ത് ഓതിയിട്ട് ഈ സൂറത്താണ് എന്ന് മഹാന്മാരാകുന്ന സ്വഹാബത്ത് കിറാം മഹാന്മാരാകുന്ന സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, അത്ര പവറുള്ള സൂറത്താണ്. ഏതായാലും ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട്, മഹത്വങ്ങളുണ്ട്. ഇതിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടൊരു ഗുണമാണ്, ഒരു വ്യക്തിക്ക് കടങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തി എല്ലാ ദിവസവും ഈ സൂറത്ത് മനസ്സറിഞ്ഞിട്ട് പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടക്കെണികളിൽ നിന്ന്, അവൻ്റെ കടത്തിൽ നിന്ന് അവനക്ക് മോചനം നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. മനസ്സിലായല്ലോ? എല്ലാ ദിവസവും പതിവാക്കുക. ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് 24 മണിക്കൂറിൽ കഴിയുന്ന ഒരു സമയത്ത് ഒരു 5-6 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെച്ച് എല്ലാ ദിവസവും ഇത് പതിവാക്കുകയാണെങ്കിൽ കടങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകും ഇൻഷാ അല്ലാഹ്. അതിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു മോചനം നൽകും ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ഫലത്തിൽപ്പെട്ടതാണ്. അപ്പോൾ കടങ്ങൾ വീടാനുള്ള വഴി മനസ്സിലായല്ലോ. സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും പതിവാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.